നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ് ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ. ഇതിന് മുന്നേയുള്ള 2 വീഡിയോയിൽ നമ്മൾ ഒരു ലീനിയർ പോളിനോമിയലിൻ്റെയും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെയും ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിൻ്റെ സീറോസ് ആ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ക്യൂബിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് വെച്ചിട്ട് എത്ര സീറോസ് അതിനുണ്ടാവാം എന്നുള്ള ജിയോമെട്രിക്കൽ മീനിങ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. P of x is equal to x cube minus 4x എന്ന് പറഞ്ഞ ഒരു ക്യൂബിക് പോളിനോമിയൽ എടുത്തു. ക്യൂബിക് പോളിനോമിയൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ഡിഗ്രി 3 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി നോക്കി ഇവിടെ 3 ആണ്. നമ്മളതിനെ എക്സിൻ്റെ വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇവിടെ x 0 കൊടുക്കുമ്പോൾ y എന്തായിരിക്കും 0 ആയിരിക്കും. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 ക്യൂബ് മൈനസ് 4 ഇൻറ്റു 1 അപ്പോൾ നമുക്കിവിടെ -3 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ എക്സിനെ -2 -1 0 1 2 എന്നുള്ള വാല്യൂസ് കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂസ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ടേബിൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ആക്സിസ് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് ഈ ടേബിളിനനുസരിച്ച് നമ്മളിതിവിടെ വരയ്ക്കാൻ പോകും. അപ്പോൾ ഇവിടെ -2 0 അപ്പം -2 എക്സിന് -2 ആണെങ്കിൽ വൈ എന്താണ് 0 അപ്പോൾ ഇവിടെ ആയിരിക്കും. പിന്നെ -1 ആണെങ്കിൽ 3 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുള്ള അല്ലേ മാർക്കിംഗ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇതിവിടെ ചെയ്തു വെച്ചത്. 0 വരുമ്പോൾ 0 തന്നെയാണ്, 1 വരുമ്പോൾ -3 അപ്പോൾ ഇവിടേക്ക് വരും, 2 വരുമ്പോൾ 0. ഇനി ഈ നമ്മൾ ഈ മാർക്ക് ചെയ്തതൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ലീനിയറിലും നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കേസിൽ എന്താ പറഞ്ഞത്, ഇതിലെവിടേക്കാണോ ഈ ഗ്രാഫ് എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് അല്ലേ, അവിടെ ടച്ച് ചെയ്തിരിക്കുന്നത് ആ പോയിന്റുകളായിരിക്കും ആ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ എക്സ് ആക്സിൽ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് 3 സ്ഥലങ്ങളിൽ അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് -2 0 2. ഇവിടെ നമ്മുടെ ടേബിളിൽ നോക്കി നോക്കിയേ, y 0 വരുന്നത് എവിടേക്കാണ്, -2 എക്സിന് -2 0 ആൻഡ് 1 വരുന്ന സമയത്താണ് അല്ലേ. അപ്പം ഈ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത് -2 0 2. അതായത് എക്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് ആക്സിൽ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടോ, -2 ഇവിടെ എന്ന് പറയുന്നത് 0 0 ആണ്, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. അപ്പം ഈ ഒരു പോളിനോമിയലിനെ 3 സീറോസ് ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. എവിടെയാണോ എക്സ് ആക്സിസിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യണത് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ലീനിയറും ക്വാഡ്രാറ്റിക്കും പോലെ തന്നെ ക്യൂബിക് പോളിനോമിയലിനും അങ്ങനെ തന്നെയാണെന്ന് കണ്ടു. ഇനി നമ്മൾ വേറൊരു പോളിനോമിയൽ എടുക്കുകയാണ്, y = x³. നമ്മളിതിൻ്റെ ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ x = 0 കൊടുത്തു, അപ്പോൾ 0 വന്നു, 1 കൊടുക്കുമ്പോൾ 1 വരും, 2 കൊടുക്കുമ്പോൾ 8 വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക കണ്ടോ. ഇതിലെവിടെയാണ് എക്സ് ഇവിടെ നോക്കിയേ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, ഓൺലി 0യിൽ മാത്രമേ അവിടെ അത് ടച്ച് ചെയ്യണുള്ളൂ അല്ലേ, 0യിൽ മാത്രമാണ് അത് ടച്ച് ചെയ്യണുള്ളൂ. അപ്പോൾ ഈ ഒരു പോളിനോമിയലിന് y = x³ ഒരു ക്യൂബിക് പോളിനോമിയൽ തന്നെയാണ്, പക്ഷെ അതിന് ആകെ ഒരു 0 മാത്രമുള്ളത് ഏതാണ്, 0 തന്നെയാണ് അതിൻ്റെ 0 എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തൊരു പോളിനോമിയൽ നോക്കാം, y = x³ - x². നമ്മളിതിന് എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുക. നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ അവിടെയുണ്ട് 0യിലും അതേപോലെ തന്നെ 1ലും ടച്ച് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മുടെ ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ക്യൂബിക് പോളിനോമിയലാണ്, പക്ഷേ അതിൻ്റെ സീറോസ് 2 മാത്രമേ ഉള്ളൂ, 0 ആൻഡ് 1. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ക്യൂബിക് പോളിനോമിയൽ ആണെങ്കിൽ അതിന് അറ്റ്മോസ്റ്റ് 3 സീറോസ് ഉണ്ടായിരിക്കും. അതായത് എപ്പോഴും 3 സീറോസ് എന്ന് പറയാൻ പറ്റില്ല, മാക്സിമം 3 സീറോസ്. ചിലപ്പോൾ 2 ആയിരിക്കാം, ചിലപ്പോൾ 1 ആയിരിക്കാം, ചിലപ്പോൾ ഈക്വൽ സീറോസ്, അപ്പോൾ അത് ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ക്യൂബിക് പോളിനോമിയൽ ഹാസ് അറ്റ്മോസ്റ്റ് 3 സീറോസ്. അപ്പോൾ ഈ ലീനിയറും ക്വാഡ്രാറ്റിക്കും ക്യൂബിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ജനറലായിട്ട് എന്ത് പറയാനായിട്ട് സാധിക്കും, നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട് P of x, അതിൻ്റെ ഡിഗ്രി n ആണ്, നമ്മളതിൻ്റെ ഗ്രാഫ് വരച്ചു. അപ്പോൾ ഗ്രാഫ് എക്സ് ആക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് മാക്സിമം അറ്റ്മോസ്റ്റ് n പോയിൻറ്റ്സിലാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ആ പോളിനോമിയൽ, അതായത് ഡിഗ്രി n ആയിട്ടുള്ള ഒരു പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് n സീറോസ് ഉണ്ടായിരിക്കും, നമ്മൾ ജനറലായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു 4 ഡിഗ്രി ആയിട്ടുള്ള പോളിനോമിയൽ അറ്റ്മോസ്റ്റ് 4 സീറോസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അറ്റ്മോസ്റ്റ് എന്നുള്ള വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് കുറച്ച് ഇത് തന്നിട്ടുണ്ട്, പോളിനോമിയലിൻ്റെ ഗ്രാഫാണ്. ഈ ഗ്രാഫ് കണ്ടിട്ട് അതിൽ എത്ര സീറോസ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാ പോളിനോമിയലിനും ഒരേ റൂളായിരുന്നു, എന്താണ്, എവിടെയാണോ ആ ഗ്രാഫ് എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണത് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും
എന്ത് അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര പ്രാവശ്യം ഇൻ്റർസെക്റ്റ് ചെയ്യണു അത്ര സീറോസ്. അപ്പോൾ ഇവിടെ നമുക്ക് സീറോസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളൂ, അതിന് ഏതാ സീറോസ് എന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നോക്കിയേ, ഇവിടെ ഒരൊറ്റ പോയിന്റിൽ മാത്രമാണ് അവിടെ എക്സ് ആക്സിസിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇതിന് എത്ര സീറോസ് ഉണ്ട്? ഓൺലി 1 സീറോ. ഇവിടെ നോക്കിയേ, ഈ ഒരു പോയിന്റിലും എക്സ് ആക്സിസിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിന് അല്ലെങ്കിൽ ഈ ഒരു പോളിനോമിയലിന് 2 സീറോസ് ഉണ്ട്. ഇവിടെ നോക്കിയേ, 1 2 കണ്ടവിടെ 3 3 സ്ഥലങ്ങളിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പോളിനോമിയലിന് 3 സീറോസ് ഉണ്ടായിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എക്സ് ആക്സിൽ കണ്ടോ 1, ഇത് നമ്മൾ എടുക്കരുത്, ഇത് വൈ ആക്സിസ് ആണ്. എക്സ് ആക്സിൽ ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സീറോസ് 1 ആണ്. വളരെ ഈസിയാണ് അല്ലേ ഇത്. ഇവിടെ നോക്കിയാൽ ഇതും ഇതിൻ്റെ സീറോസ് 1, ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ പോയിട്ട് ഇതൊന്നും എടുക്കരുത് കേട്ടോ, എക്സ് ആക്സിസിൽ എവിടെയാണെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അതുപോലെ ഇത് നോക്കിയേ, 1 2 3 നോക്കുക, ഇവിടെ 4 സീറോസ്, 4 സ്ഥലങ്ങളിൽ അതവിടെ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഗ്രാഫ്, ആ പോളിനോമിയലിൻ്റെ ഗ്രാഫ്. അതുകൊണ്ട് അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ എത്ര സീറോസ് ഉണ്ടെന്നുള്ളത് കാണാൻ മനസ്സിലായല്ലോ. നമുക്ക് കറക്റ്റായിട്ട് ഗ്രാഫ് തരികയാണെങ്കിൽ, അതായത് 1 2 3 ഒക്കെ മാർക്ക് ചെയ്തിട്ട് തരികയാണെങ്കിൽ നമുക്ക് ആ വാല്യൂസും കൂടി, ആ സീറോസ് ഏതാണെന്നും കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു അല്ലേ, ജോമെട്രിക്കൽ മീനിങ് ഓഫ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്നുള്ളത്. നമ്മൾ 3 പോളിനോമിയലും ഓരോരോ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് വളരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന് താഴെ ഒരു എക്സസൈസ് വരുന്നുണ്ട്, അതിലൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ളതാണ്. ആ ഒരു എക്സസൈസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്